എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോഴുള്ളത് മധ്യപ്രദേശിലെ അമർകാണ്ടകിൽ കപിൽധാര വെള്ളച്ചാട്ടത്തിനോട്ട് പോകുന്നതിൻ്റെ കവാടത്തിന് മുൻപിലാണ്. നർമ്മദയുടെ ഉത്ഭവസ്ഥാനത്തേക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുന്ന് ഏകദേശം 6 കിലോമീറ്റർ ആണുള്ളത്. നമ്മളിപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാടിനുള്ളിലായിട്ടാണ് ഈ വെള്ളച്ചാട്ടം. ഇവിടെ ആദിവാസികൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറെ ജഡീബൂട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന കായ്കനികളൊക്കെ വെച്ച് വിൽക്കുന്നുണ്ട്. ഈ ചേന പോലെ ഇരിക്കുന്ന സാധനത്തിനെ പാതാള കൊമ്പെന്നാണ് വിളിക്കുന്നതെന്നാണ് പറഞ്ഞത്. നർമ്മദാ നദിയുടെ ഉത്ഭവസ്ഥാനത്തേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് കപിൽധാര വെള്ളച്ചാട്ടമാണ്. നർമ്മദാ നദിയിലെ ഫസ്റ്റ് വാട്ടർഫോൾ ഇൻ നർമ്മദ है ना? यही है ना? फर्स्ट वाटरफॉल. ഈ കപിൽധാര വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങി വരുന്ന വഴിയാണിത്. വർത്താനം പറയുന്നതിനിടയ്ക്ക് വിട്ടുപോയി. ഈ കാട്ടിൻ്റെ നടുക്കാണിത്. നമ്മളിങ്ങനെ താഴെ എത്തി. ഇവിടുന്ന് ഒച്ച കേൾക്കാം വെള്ളച്ചാട്ടത്തിന്. ഇവിടുന്ന് അങ്ങോട്ട് ചെറുവിടെ പോയാലേ കാണാൻ പറ്റുള്ളൂ. ഇതിന്റെ കവാടത്തിന്റെ അവിടുന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം കാട്ടിൽ കൂടെ നടന്നാലേ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിന് അടുത്ത് എത്താൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളിതിന്റെ ചോട്ടിലോട്ടാണ് പോകുന്നത്, ചോട്ടിൽ നിന്ന് കാണാനായിട്ട്. ഇത് കപിൽധാര വെള്ളച്ചാട്ടമാണ്. നർമ്മദാ നദിയിലെ ഏറ്റവും ആദ്യത്തെ വെള്ളച്ചാട്ടമാണിത്. ഫുള്ള് കാടാണ്. കാടിൻ്റെ നടുക്കാണ് ഈ വെള്ളച്ചാട്ടം. കണ്ടാൽ അറിയാം നമുക്ക്. ഇത് ഗോലു ആണ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത്. ഗോലുവിൻ്റെ വണ്ടിയിലാണ് ഞാൻ ഇന്ന് കറങ്ങാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പം ഗോലുവാണ് ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത്. ഗൈഡ് പോലെ കൂട്ടത്തിൽ വന്ന് ഇപ്പം ഇതിൻ്റെ അപ്പുറത്ത് ദൂദ്ധാര വെള്ളച്ചാട്ടമുണ്ട്. അവിടെ അടുത്ത് നടന്നേ പോകാൻ പറ്റുള്ളൂ. മുഴുവൻ കല്ലിങ്ങനെ കിടക്കുവാണ്. അതേ കൂടെ നടന്ന് വേണം പോകാനായിട്ട്. നല്ല പാടാണ് അതിൻ്റെ കൂടെ ഇങ്ങനെ നടക്കാനായിട്ട്. ഞാൻ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം ചൂട്ടിലായിട്ട് എത്തി. 100 അടിയോളം പൊക്കമുണ്ട്. മഴക്കാലമൊക്കെ മാറിയതുകൊണ്ട് വെള്ളം കുറവാണ്. കുറേ പേര് നിന്ന് ഇവിടെ പിള്ളേർ സെറ്റ് കുളിക്കുന്നൊക്കെ ഉണ്ട്. കാണാൻ നല്ല രസമുണ്ട്. മോളിൽ നിന്ന് കാണാനായിട്ടൊരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ വന്ന. പക്ഷെ അങ്ങോട്ട് ആൾക്കാരെ ഇപ്പോൾ കടത്തി വിടുന്നില്ല. അവിടെ എന്തോ മെയിൻ്റനൻസ് പരിപാടിയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പം വെള്ളം കുറവാണ്. അല്ലെങ്കിൽ ഇവിടെയൊന്നും ഞാനിപ്പോൾ നിൽക്കുന്നിടത്തൊന്നും നിൽക്കാൻ പറ്റിയല്ലോ. അത്രയ്ക്ക് ശക്തിയിൽ വെള്ളം വരുന്നതാണ് മഴക്കാലത്ത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര കാടിനകത്തൂടെയാണ് നർമ്മദാ നദി ഒഴുകുന്നത്. ഇന്ത്യയെ നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയായിട്ട് തിരിക്കുന്നത് ഈ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നർമ്മദാ നദിയാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുന്ന് തിരികെ കയറി പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ഭാഗത്ത് ഇതുപോലെ സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ടുണ്ട്. മുകളിലെത്തി. ഇതൊരു സാമിയാണ്. ഇപ്പം കപിൽധാര വെള്ളച്ചാട്ടം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ദൂത്ധാര എന്ന് പറഞ്ഞ നർമ്മദയിൽ തന്നെ അടുത്ത 2ാമത്തെ വെള്ളച്ചാട്ടമുണ്ട്. അങ്ങോട്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രൈബൽസാണ്. അവരിങ്ങനെ ഈ ജഡീബൂട്ടികൾ, ഔഷധ ഗുണമുള്ള പല സാധനങ്ങളും കാട്ടിൽ നിന്ന് ശേഖരിച്ചൊക്കെ ഇവിടെ കൊണ്ട് വെച്ചേക്കുവാണ്. നർമ്മദയുടെ തുടങ്ങുന്ന ഭാഗമാണിത്. കപിൽധാര വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ കൂടെ നടക്കണം ദൂധാര വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട്. കുറേ കുട്ടികളെയൊക്കെ കാണുന്നുണ്ട്. സ്കൂളിൽ നിന്ന് എക്സ്കർഷനോ ടൂറിനോ ഒക്കെ ആയിട്ട് വന്നതാണെന്ന് തോന്നുന്നു. ഇതാണ് ദൂദ്ധാര വെള്ളച്ചാട്ടം. ഇതിന് താഴോട്ട് പോയാൽ അവിടെ ദുർവാസാവ് മഹർഷിയുടെ ഒരു ഗുഹയുണ്ട്. അതുകൂടെ നമുക്ക് കാണാം. മുനിമാരായിട്ടുള്ള കപിലനും ദുർവാസാവും ഒക്കെ ഇവിടെ നിന്ന് തപസ് ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത് കപില മഹർഷിയുടെ തപസ് ചെയ്തിരുന്ന ഗുഹയാണ്. കപിൽ മുനി ദ്വാർ, കപില മുനിയുടെ കവാടം എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഗുഹയ്ക്ക് അകത്തോട്ട് നമുക്ക് പ്രവേശനമില്ല. അതിപ്രശസ്തമായിട്ടുള്ള സാങ്കേശാസ്ത്രം എന്ന് പറയുന്ന തത്വശാസ്ത്ര ഗ്രന്ഥം എഴുതിയത് കപിലമുനിയാണ്. ഇവിടെ ഇരുന്ന് രചിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത് മഹർഷി ദുർവാസ ദ്വാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ഒരേ ഗുഹ തന്നെയാണ്. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 കവാടങ്ങളുണ്ട്. അകത്തോട്ട് നമുക്ക് പ്രവേശനമില്ല. അകത്തോട്ട് കേരളം എന്നാണ് ഈ സ്വാമി എന്നോട് പറഞ്ഞത്. ഇവിടുന്ന് നമ്മൾ പതുക്കെ മടങ്ങുകയാണ്. കപിൽധാര ദൂദ്ധാര കണ്ടു. കപിൽധാര വെള്ളച്ചാട്ടവും കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ വീഡിയോ ഷൂട്ടിങ്ങിനും ഫോട്ടോ എടുക്കാനായിട്ടും ഒക്കെ ഭയങ്കര സെറ്റപ്പ് ഉണ്ട്. അതൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. നാരങ്ങാവെള്ളവും കടലയും അതും ഇതുമൊക്കെ ഉണ്ട്, വിൽക്കുന്നുണ്ട്.
यहाँ भी देखते हैं. ഇത് കപിലമുനിയുടെ ആശ്രമമാണെന്നാണ് പറയുന്നത്. വാമ്പി അവിടെ ഒന്ന് പോയി കണ്ട് തൊഴുതിട്ട് വരാം. മുനിയുടെ ആശ്രമമാണിത്. ഇത് കപിലമുനി ഇരുന്ന് തപസ് ചെയ്ത സ്ഥലമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇങ്ങനെ കപിൽധാര വെള്ളച്ചാട്ടത്തോട് നമ്മൾ വിട പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. അമർകാണ്ടകിലെ കാഴ്ചകൾ തീർന്നിട്ടില്ല. ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളുമായി അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. ശുഭ യാത്ര.